ഹരേ കൃഷ്ണ, സർവം കൃഷ്ണമയം ജഗത് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ മാസം എനിക്ക് അധികം വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. ജോലി തിരക്കുകളിൽ കുറച്ച് കൂടി തന്നാൽ എനിക്ക് കഴിഞ്ഞ മാസം അധികം വീഡിയോ ഇടാൻ പറ്റിയില്ല. പക്ഷേ ഈ മാസം തൊട്ട് നമ്മൾ വീണ്ടും പുതിയ വീഡിയോകളായിട്ട് വന്നിരിക്കുകയാണ്. ഭഗവാന്റെ കൃപയും ഭഗവാന്റെ ഭക്തവാത്സല്യവും എല്ലാവർക്കും നമുക്കറിയാം, എല്ലാ ഭക്തർക്കും അറിയാം ആ ഭക്തവാത്സല്യം എന്താണ്, ഭഗവാൻ എങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഭഗവാൻ സ്നേഹിക്കുമ്പോൾ ഭഗവാൻ സത്വഗുണം എന്നാണ് നമുക്കറിയാം. ആ സത്വഗുണം നമ്മളിലേക്കും പകർന്നു വരും. നമ്മളിലുള്ള താമസവും രജസവുമായ എല്ലാ ഗുണങ്ങളും പതുക്കെ പതുക്കെ നമ്മളിൽ മാറി സത്വഗുണം എല്ലാ ഭക്തരിലും വർദ്ധിച്ചു വരുന്നതാണ് വിഷ്ണു ഭക്തരിൽ അല്ലെങ്കിൽ കൃഷ്ണ ഭക്തരിൽ കണ്ടുവരുന്ന പ്രധാന മാറ്റങ്ങൾ. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ ഭഗവാൻ എന്നിലും വരുത്തി. അതെന്തൊക്കെയാണ് എന്നാണ് ഈ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ എന്നിലുള്ള കുറച്ച് കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ മനുഷ്യർകളിലും എല്ലാവിധ 3 ഗുണങ്ങളും ഓരോരുത്തരും അടങ്ങിയിട്ടുണ്ട്. അപ്പം ചെറുപ്പത്തിലെ തന്നെ കുറച്ച് അവർക്ക് അറിയാൻ പറ്റും കുറച്ച് ഗുണങ്ങൾ നമുക്ക് നമ്മളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ കണ്ടുവന്ന കുറച്ച് എന്നിൽ ഒരു മറ്റുള്ള സഹജീവികളുള്ള ചെറിയ ചെറിയ ജീവവർഗങ്ങളോട് എനിക്ക് ഒരു സഹതാപം അല്ലെങ്കിൽ ഒരു സഹാനുഭൂതി ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഉണ്ടായിരുന്നു. ചെറിയ ഉറുമ്പുകളോടാണ് എനിക്ക് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ചെറിയ ചെറിയ ഉറുമ്പുകളൊക്കെ നമ്മൾ കുളിക്കാനും പാത്രം കഴുകുക അല്ലെങ്കിൽ അലക്കുക എന്നൊക്കെ ചെയ്യുമ്പോൾ അതുങ്ങൾ വന്ന് ഈ വെള്ളത്തിൽ ചാടി പ്രളം കാണിക്കുന്നത് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ അതുങ്ങളെ രക്ഷിക്കാനും ഒക്കെയുള്ള ഒരു ഇഷ്ടം എനിക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഉറുമ്പുകളെ കഴിയുന്ന നമ്മൾ കടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതുങ്ങളെ നമ്മൾ മിക്കപ്പോഴും ചവിട്ടി ചരിച്ചൊക്കെ കൊല്ലാനൊക്കെയാണ് നമുക്ക് മനസ്സ് തോന്നുക. പക്ഷേ എനിക്ക് അതുങ്ങളെ തട്ടിക്കളയാൻ അതുങ്ങളെ കൊല്ലാനുള്ള ഒരു മനസ്ഥിതി എനിക്ക് തോന്നിയിരുന്നില്ല. പിന്നീട് നമ്മുടെ ഈ അഴയൊക്കെ നമ്മൾ തുണി ഉണക്കുന്ന സമയത്ത് ഇതുങ്ങൾ ഈ തുണിയിലൊക്കെ കയറിയിരിക്കും. തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് ആ തുണി എടുത്തുകൊണ്ട് പോരുമ്പോൾ ഉറുമ്പുകളും കൂട്ടത്തിൽ കയറി പോരും. പക്ഷെ എനിക്ക് ചെറുപ്പത്തൊട്ട് തന്നെ ഒരു സങ്കടം, ഇതുങ്ങളുടെ വീട്ടിൽ ഇതുങ്ങളെ അന്വേഷിച്ചിരിക്കാൻ എത്ര പേര് കാണും, ഇതുങ്ങൾ എന്നിനി വീട്ടിലെത്തും, ഇത്ര ദൂരം പോകേണ്ടി വരും എന്നൊക്കെ ഒരു വിചാരം എനിക്ക് മനസ്സിൽ വന്നതോടുകൂടി ഞാൻ ആ ഉറുമ്പുകളെ എല്ലാം എടുത്ത് തിരിച്ച് അഴയിൽ കൊണ്ട് വിടുന്നത് എൻ്റെ ഒരു ഹോബിയായിട്ട് മാറിയായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന ജീവികൾ, അതായത് നമ്മുടെ കോഴികൾ അങ്ങനെയുള്ളതിനെയൊക്കെ ആരെങ്കിലുമൊക്കെ ബന്ധുക്കളും അങ്ങനെയുള്ളവരൊക്കെ വരുമ്പോൾ അതുങ്ങളെ കൊന്നു തിന്നുക എന്നുള്ളത് നമ്മളെ നോർമലായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം പക്ഷെ ഞാൻ ഒരിക്കലും വീട്ടിൽ വളർത്തി ഞാൻ സ്നേഹിച്ചിരുന്ന കോഴികളെ കൊന്ന് കറി വെക്കുമ്പോൾ ഒരിക്കലും ആ ചിക്കൻ എനിക്ക് കഴിക്കാൻ എനിക്ക് തോന്നിയിരുന്നേ ഇല്ല. എനിക്ക് സങ്കടമായിരുന്നു. കാരണം ഞാൻ ഇത്രയും നാളും സ്നേഹിച്ചിരുന്ന ആ കോഴിയല്ലേ, ആ കോഴീനെ ഞാൻ എങ്ങനെ തിന്നും എന്നുള്ളൊരു സങ്കടം എനിക്ക് ചെറുപ്പം തൊട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ജീവിതത്തിന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ ഭക്ഷണത്തിനോടും എല്ലാത്തിനോടും ഒക്കെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച സമയത്ത് നേഴ്സിംഗ് ഒരു പാലിട്ട ഒരു ചായ കുടിക്കാൻ വേണ്ടി നേഴ്സിങ്ങിന് പോയതാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഭക്ഷണത്തിന് പിന്നീട് എനിക്കൊരു ഭക്ഷണത്തിനോട് എല്ലാത്തിനോടും പ്രത്യേകിച്ച് നോൺ വെജ് ഐറ്റംസിനോടൊക്കെ എനിക്കൊരു ആക്രാന്തമായി മാറിയ സമയമായിരുന്നു. കാരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ മുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മുട്ട കഴിക്കാൻ. അപ്പോൾ കൂട്ടുകാർക്കറിയാം എനിക്ക് മുട്ട ഇഷ്ടമാണെന്ന്. അപ്പോൾ സൺഡേയിൽ നമുക്ക് ബ്രെഡും ജാമും മുട്ടയുമായിരുന്നു. അപ്പോൾ ഏതെങ്കിലും കുട്ടി എനിക്ക് ബുക്ക് ചെയ്യും, പക്ഷേ എനിക്ക് മുട്ട ഇഷ്ടമില്ല, നീ എൻ്റെ മുട്ടയും കൂടെ കഴിച്ചോണേ എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, ഞാൻ കഴിച്ചോളാലോ, എൻ്റെ പാത്രത്തിൽ വെച്ചേക്കൂ എന്ന് പറയും. ഞാൻ കുറച്ച് താമസിച്ചാണ് കഴിക്കാൻ പോണത്. ഞാൻ കഴിക്കാൻ ചെല്ലുമ്പോൾ കാണുന്നത് എൻ്റെ പാത്രത്തിൽ ഒരു മുട്ട എക്സ്ട്രാ ഒരു മുട്ടയല്ല, എൻ്റെ പാത്രത്തിൽ ഒരു 4-5 മുട്ടയെങ്കിലും കാണും. അപ്പോൾ ഞാനത് കളയത്തൊന്നുമില്ല, ഞാൻ ആ മുട്ടയെല്ലാം എടുത്ത് സ്റ്റോർ ചെയ്ത് ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോ മുട്ട കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് നോൺ വെജ്, ഇപ്പം മീനിൻ്റെ മണം, മീൻ ചന്തയുടെയൊക്കെ മണം, അതൊക്കെ സാധാരണ ആൾക്കാർക്കൊന്നും ഇഷ്ടമേ ഇല്ല, ഒരു നാറ്റം, വൃത്തികെട്ട നാറ്റമാണ്. പക്ഷെ എനിക്ക് ഈ മീൻ ചന്തയുടെയൊക്കെ മണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എന്തോ ഒരു സുഖം. എൻ്റെ അമ്മ ഏതോ ഒരു മീൻകാരനെ കൊണ്ട് എന്നെ കെട്ടിക്കാന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അത്രയ്ക്കും മീൻ, ഇറച്ചി, പോത്ത്, അങ്ങനെ എനിക്ക് എല്ലാത്തിനോടും ഒരു ഭയങ്കരമായ അഭിനിവേശമായിരുന്നു. എത്ര കിട്ടിയാലും എനിക്ക് തീരത്തില്ല. അത്രയ്ക്കും ഒരു ആർത്തി, ഒരു കൊതിയായിരുന്നു എല്ലാത്തിനോടും. പിന്നെ ഇവിടെ വീട്ടിലായാലും എപ്പോഴെങ്കിലും നോൺ വെജ് ഒക്കെ ഉണ്ടാക്കിയാൽ ഹസ്ബൻഡിനും പിള്ളേർക്കും കിട്ടത്തും കൂടെ ഇല്ല, അതിലും കൂടുതലും ഞാനാ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത്രയ്ക്കും ഒരു നോൺ വെജ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ നിന്ന് എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു എന്താ പറയണേ, അത്രയ്ക്കും ഒരു ക്രേസ് ആയിരുന്നു നോൺ വെജിനോട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ്, പക്ഷെ ഭഗവാന്റെ ഭക്ത തന്നെയായിരുന്നു. പക്ഷെ നോൺ വെജ് ഒക്കെ നമ്മളെ നാട്ടിലുള്ള ഹിന്ദുക്കൾ ആരും പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഭക്തരൊന്നും ഇല്ലല്ലോ, എല്ലാവരും നോൺ വെജ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പം അതുപോലെ തന്നെ ഞാനും ഒരു കൃഷ്ണഭക്തയാണ്, എന്നാലും നോൺ വെജ് ഒന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ജീവിതത്തിൽ അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഭക്ത. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ്
ഞാൻ ഒരു ദിവസം ഇങ്ങനെ യൂട്യൂബിലൂടെ കാണുന്നത് നമ്മുടെ മദാമയും സായിപ്പ് മദാമകളൊക്കെ ഇത് നമ്മുടെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് അവർ ഡാൻസും പാട്ടൊക്കെ പാടുന്നത്. അപ്പം പെട്ടെന്ന് എനിക്കൊരു ഷോക്കേറ്റ പോലെ. കാരണം ഇവരെ ആരാണ് ഇങ്ങനെ നമ്മുടെ സാരി ഉടുപ്പിച്ച് ധോത്തിയും കുർത്തയൊക്കെ ഇട്ട് ഇവര് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഇവരെങ്ങനെ ചൊല്ലി, ഇവരാരെയാണ് പഠിപ്പിച്ചത് എന്നൊക്കെ ഒരു പെട്ടെന്നൊരു എനിക്കൊരു ജിജ്ഞാസ തോന്നി. ഞാൻ അതിനെപ്പറ്റി പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഇസ്കോൺ ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ് മൂവ്മെന്റിനെ കുറിച്ച് കാണുന്നതും ശ്രീല പ്രഭുപാദനെ കുറിച്ച് ഞാൻ പഠിക്കുകയും ചെയ്യുന്നത്. അപ്പം എനിക്ക് കൂടുതൽ അതിനോട് ഇൻട്രസ്റ്റ് തോന്നുകയും ഞാൻ കൂടുതൽ അതിനെപ്പറ്റി അറിയുകയും ചെയ്തു. പെട്ടെന്ന് എനിക്ക് മനസ്സിലൊരു ഒരു ഒരു ഇഷ്ടം, ഒരു വികാരം തോന്നി. കാരണം എനിക്ക് ഒരു ഗുരുവിനെ വേണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ഗുരുക്കളിൽ കൂടുതൽ പേരും സ്വന്തമായിട്ട് ഈശ്വരനാണെന്ന് പറഞ്ഞിരിക്കുകയും എന്നെ പൂജിച്ചാൽ മതി, വേറെ ആരെയും പൂജിക്കണ്ട എന്നൊക്കെ പറയുന്ന ഒരു ഗുരുക്കളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഗുരുവിനെ എനിക്ക് താല്പര്യമില്ലായിരുന്നു. എനിക്ക് ഭഗവാൻ കൃഷ്ണനെ മുൻഗണന കൊടുക്കുന്ന ഗുരുവിനെയാണ് എനിക്ക് ഇഷ്ടം. എനിക്ക് അങ്ങനെയാണ് എനിക്ക് താല്പര്യം. അപ്പോൾ ഈ ശ്രീല പ്രഭുപാദ ഈ ലോകം മുഴുവൻ നമ്മുടെ കൃഷ്ണഭക്തി പ്രചരിപ്പിച്ച് ഭഗവത്ഗീത പ്രചരിപ്പിച്ച് എല്ലാവരെയും കൃഷ്ണഭക്തരാക്കി മാറ്റിയ ഒരു ഗുരുവായിരുന്നു. അപ്പൊ എൻ്റെ ഗുരുവിനെ ഞാൻ കണ്ടെത്തി, എനിക്ക് ഭഗവാൻ കാണിച്ച് ആ സമയത്ത് എനിക്ക് തന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, നമ്മുടെ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഇസ്കോൺ എന്ന് പറഞ്ഞൊരു മന്ദിരം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഉണ്ട്, നമ്മുടെ വീടിൻ്റെ അടുത്ത് ദ്വാരക സെക്ടർ 13 രുക്മിണി ദ്വാരകാധീശ് എന്ന് പറഞ്ഞൊരു ടെമ്പിൾ ഉണ്ട്, ഒരു ദിവസം നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു സന്തോഷമാണ് അപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം അവിടെ ചെല്ലാമല്ലോ, അവിടെ പോയി കാണാമല്ലോ, അവിടെയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഹസ്ബൻഡിനെയും കൂട്ടി പിള്ളേരെയൊക്കെ കൂട്ടി അവിടെ ചെന്നു. അങ്ങനെ അപ്പോൾ ഞാൻ ചെന്ന്, നമ്മൾ സാധാരണ നമുക്ക് അറിഞ്ഞുകൂടെ അവിടെ എന്താ കൊണ്ടുപോകേണ്ടത്, എവിടെയെങ്കിലും എല്ലാ അമ്പലത്തിലും പോകുമ്പോൾ ഭഗവാൻ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അവിടെ നിറച്ചും പൂമാലകളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പൂമാല തരാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ജോഡിയായിട്ട് വേണം കൊണ്ടുപോകാൻ, അവിടെ രുക്മിണിക്കും ദ്വാരകാധീശനും ഇടണം, അപ്പം ജോഡിയായിട്ടേ അങ്ങനെ കൊണ്ടുപോകാനുള്ളൂ എന്നൊക്കെ എനിക്ക് പുതിയ പുതിയ അറിവുകളായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് അകത്ത് കയറിയപ്പോൾ എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം കൂടുതൽ യങ് ജനറേഷൻസ് ആണ് അവിടെ കണ്ടത്. ഇപ്പോൾ കുട്ടികൾ ചെറിയ ചെറിയ, നമ്മുടെ നാട്ടിലൊരു സപ്താഹം നടത്തിയാൽ യങ് ജനറേഷൻ അങ്ങനെ കാണാനേ കിട്ടത്തില്ല. കൂടുതലും വയസ്സായ ആൾക്കാരൊക്കെ ആയിരിക്കും വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ആൺകുട്ടികളൊക്കെ ഭക്തിയിൽ ലീനമായിരിക്കുന്നത് കാണണമെങ്കിൽ എവിടെ ചെല്ലണം. എത്ര ഭക്തിയോടെയാണ് അവര് ഭഗവാനെ വിളിക്കുന്നത്. ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നും ഒരു വേർതിരിവില്ലാതെ കുടുംബത്തോടെ വന്നവർ ഭഗവാന്റെ, ചെറിയ ചെറിയ കുട്ടികളൊക്കെ വരെ ഭഗവാന്റെ ഭക്തരാണ്. അവരൊക്കെ ഭഗവാനെ എത്രയോളം സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അവരുടെ ഭക്തിയൊന്നും നമുക്കില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് എന്തോ ഒരു സന്തോഷം തോന്നിയ സമയമായിരുന്നു. അങ്ങനെ ഭഗവാനെ അവിടെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ തിരിച്ച്, അവിടെ ചെറിയൊരു ഹോളുണ്ട്, അതിനകത്ത് ഒരു സ്റ്റോള്, അതിനകത്ത് ഭഗവാന്റെ മാലകളും അങ്ങനെ പൂജകളും പുസ്തകങ്ങളും എല്ലാം വിൽക്കുന്ന ഒരു കടയാണ്. അങ്ങനെ അവിടുന്ന് ശ്രീല പ്രഭുപാദയുടെ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു. അതിനുശേഷം ഞാൻ തുളസിമാല കണ്ടു. തുളസിമാല കണ്ടപ്പോൾ ഞാൻ അതിലൊന്നും തൊട്ടൊക്കെ നോക്കി, പിടിച്ചൊക്കെ നോക്കി. അപ്പോൾ അവിടെ ഇരിക്കുന്ന പ്രഭുജി എന്നോട് പറഞ്ഞു, നിങ്ങൾ നോൺ വെജ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ തുളസിമാല ഇടാൻ പാടില്ല, അത് ഫുൾ വെജിറ്റേറിയൻകാർക്ക് മാത്രമേ ഇത് ഇടാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് അന്നേരം തോന്നിയത്. കാരണം ഞാൻ നോൺ വെജ് ഉപേക്ഷിച്ചിട്ട് ഒരിക്കലും ഞാൻ തുളസിമാല ഇടാൻ പറ്റില്ലല്ലോ എനിക്ക് കൃഷ്ണ, ഞാൻ എന്ന് നോൺ വെജ് ഉപേക്ഷിക്കാൻ, എനിക്ക് നോൺ വെജ് എന്ന് പറഞ്ഞാൽ ഇത്രയും ക്രേസ് ആണ്. അങ്ങനെയുള്ള ഞാൻ എങ്ങനെ ഉപേക്ഷിച്ചിട്ട് എന്നിടും? അങ്ങനെ സങ്കടത്തോടെ അവിടുന്ന് തിരിച്ചു പോന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴെല്ലാം അവിടെ പോകുന്നത് എൻ്റെ ഒരു ഇഷ്ടമായിട്ട് മാറി. അങ്ങനെ ഒരു ദിവസം ഞാൻ കണ്ടു, ഭഗവാന്റെ പ്രസാദം അവിടെ വിൽക്കുന്നത് കണ്ടു. അത് ഭഗവാന് പ്രസാദം ഭോഗെന്ന് പറയണം. ഭോഗ് ഭഗവാന് കൊടുത്തതിന് ശേഷമുള്ള ബാക്കി ഭക്ഷണം നമുക്ക് തരും. അപ്പം അങ്ങനെ തന്നപ്പോൾ ഒരു ദിവസം ഞാൻ ഇതിങ്ങ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് കഴിച്ചിട്ട് മുമ്പ് ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ എനിക്ക് തുളസിമാല ഇടണമെന്ന് ഭയങ്കരമായ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങ് എനിക്ക് ഇതൊന്ന് സാധിച്ചു തരണം. എനിക്ക് ഈ നോൺ വെജിൻ്റെയൊക്കെ ക്രേസൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് ഭഗവാൻ എന്നെ ഒരു നല്ലൊരു ഭക്തിയാക്കി മാറ്റണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അത് കഴിച്ചു. പിറ്റേ ദിവസം വീട്ടിൽ ഇറച്ചിയും മുട്ടയും എല്ലാം വീട്ടിലിരിപ്പുണ്ട്. ഞാൻ എൻ്റെ ഹസ്ബൻഡും മക്കൾക്കൊക്കെ ഉണ്ടാക്കിയും കൊടുത്തു. പക്ഷെ എനിക്കത് ഒരു സ്വല്പം പോലും വായിൽ വെക്കാൻ തോന്നിയില്ല. പിന്നീട് എനിക്ക് വന്നപ്പോൾ ഞാൻ ഉപ്പ് പോലും നോക്കാൻ്റെ ആവശ്യം വരത്തില്ല, എനിക്കതൊന്നും വരുന്നേ ഇല്ല. കാരണം ഞാൻ ഒരിക്കൽ പോലും ഒന്ന് ടച്ച് ചെയ്ത് ടേസ്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നേ ഇല്ല.
അതിൻ്റെ മണം എന്നിൽ ഒരു കൊതി വരുത്തുന്നതേ ഇല്ല. എനിക്ക് പൂർണ്ണമായിട്ടും നോൺ വെജിൽ നിന്ന് ഒരു മുക്തി കിട്ടിയപ്പോൾ എനിക്ക് തോന്നി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു, അങ്ങനെ 2 വർഷത്തിൽ കൂടുതലായി ഞാൻ ഫുള്ളായിട്ടൊരു വെജിറ്റേറിയനായി മാറി. അങ്ങനെ ഇസ്കോണിൽ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ കുറച്ച് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിലൊന്നാണ് നോൺ വെജ് ഉപേക്ഷിക്കുന്നത്. പിന്നെ അവിഹിത ബന്ധങ്ങളൊന്നും പാടില്ല, ആൽക്കഹോളിസം അത് മദ്യപാനം പാടില്ല. അങ്ങനെ കുറച്ച് അതിൻ്റെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാനത് ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു. കാരണം നമ്മളിപ്പോൾ തുടക്കക്കാരിയാണ്. പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും അങ്ങ് വർക്ക് ചെയ്യാൻ ആരംഭിച്ചിട്ടില്ല. കാരണം വീട്ടിൽ നിന്നിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി കുടുംബാംഗങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും അങ്ങോട്ട് ചേരാൻ ഇച്ചിരി സമയമെടുക്കും. അതുവരെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഇസക്കോണിൻ്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും എനിക്ക് പറ്റുന്ന രീതിയിൽ ഫോളോ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ചായയും കോഫി അവോയ്ഡ് ചെയ്യണം. അത് ഏറ്റവും വലിയൊരു ടാസ്ക് ആയിരുന്നു. കാരണം ദിവസത്തിൽ ചായയോ കോഫിയോ കുടിക്കാതിരുന്നാൽ തലവേദന, അല്ലെങ്കിൽ സമയത്തിന് ഭക്ഷണം കഴിക്കാതിരുന്നാൽ തലവേദന, അതൊക്കെ അത് മൈഗ്രെയിനിന് വേണ്ടി മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പം ചായയും കോഫിയും കുടിച്ചില്ലെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പുകയാവുമെന്ന് എനിക്കറിയാം. ഇതെങ്ങനെ ഞാൻ മാറ്റും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇതുപോലെ തന്നെ ഭഗവാന്റെ ആ പ്രസാദം വാങ്ങിച്ച് കഴിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം തൊട്ട് ചായയും കോഫിയും ഞാൻ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്തു. അതും ഇപ്പോൾ 1.5 വർഷത്തോളമായി ചായയും കോഫിയും ഞാൻ ഉപേക്ഷിച്ചിട്ട്. എനിക്ക് തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ എന്ന് പറഞ്ഞ ഈ അസുഖം എന്നിൽ നിന്ന് പൂർണ്ണമായിട്ടും പോയത് ഈ ഭഗവാന്റെ ഈ പ്രസാദം, അല്ലെങ്കിൽ എൻ്റെ ഈ മനസ്സിൻ്റെ ഒരു നിശ്ചയം കാരണമാണ്. നമ്മൾ പലപ്പോഴും എനിക്ക് മനസ്സിലായി, നമ്മുടെ മനസ്സിനെ നമ്മുടെ കൺട്രോളിൽ നമുക്ക് വരുത്തിയാൽ നമ്മളിലുള്ള പലവിധ ഇങ്ങനെയുള്ള അസുഖങ്ങൾ മാറിപ്പോകാൻ സാധിക്കും. ഭഗവാന്റെ ഒരു കൃപ ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറിപ്പോകുമെന്ന് എനിക്ക് അന്നേരമാണ് മനസ്സിലായത്. സമയത്തിന് ഫുഡ് കഴിക്കാതിരുന്നാൽ ഞാൻ വീട്ടിൽ വന്ന് ഛർദ്ദിച്ച് തലവേദന എടുത്ത് കിടക്കുന്ന ഒത്തിരി സമയം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഞാൻ ഏകാദശി വ്രതങ്ങളൊക്കെ നോക്കുന്നതും നിർജ്ജല വ്രതമൊക്കെ നോക്കുന്നതും അതൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് എന്നിൽ തന്നെ വിശ്വാസം വരാത്ത സമയമായിരുന്നു. കാരണം ജീവിതത്തിൽ ഇത്രയും വർഷമായിട്ടും ഇത്ര വർഷങ്ങൾ കഴിഞ്ഞു നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട്, ഇത്ര വർഷമായിട്ടും ഒരു നോൺ വെജ് കഴിക്കാതെയോ അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ എന്നേ ഒരു വ്രതം പോലും നോക്കാതെ ഇരുന്ന് ഞാൻ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വ്രതങ്ങൾ നോക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് വരുന്നത് എനിക്ക് തന്നെ വിശ്വാസം എനിക്ക് വരുന്നില്ല. 10-30 മണിക്കൂറോളം നിർജ്ജല വ്രതം എടുത്തു, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഞാൻ ഇരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ എന്നിൽ വിശ്വാസം വരാത്ത നിമിഷങ്ങളായിരുന്നു അതൊക്കെ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭഗവാൻ ഇസ്കോണിലൂടെയാണ് എനിക്ക് ശക്തി പകർന്നു നൽകിയത്. ഭഗവാന്റെ ഭക്തി ഒരു പൂർണ്ണരൂപത്തിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് ഇസ്കോൺ എനിക്ക് മനസ്സിലാക്കി തന്നു. അപ്പോൾ ഞാൻ വീണ്ടും കൂടുതൽ കാര്യങ്ങൾ ഇതിൽ പ്രവർത്തിച്ച് ഞാൻ ഇസ്കോണിൽ പൂർണ്ണമായിട്ട് പ്രവർത്തിക്കും. അതുവരെ എൻ്റെ ട്രെയിനിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഒനിയൻ ഗാർലിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്യണം. അപ്പം എനിക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ എൻ്റെ ഭക്ഷണ സാധനങ്ങളിൽ നിന്നും എനിക്ക് കഴിയുന്നതിനെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളിൽ നിന്നും ഒനിയനെയും ഗാർലിക്കിനെയും ഞാൻ അവോയ്ഡ് ചെയ്തു. കാരണം ഒനിയനും ഗാർലിക്കിനും പെടുന്നത് താമസികമായ ഭക്ഷണത്തിലാണ്. അപ്പോൾ ആ താമസിക ഭക്ഷണങ്ങൾ നമ്മൾ സാധുവന്മാർ ഒരിക്കലും കഴിക്കാൻ പാടില്ല. ഭയങ്കര ദുർഗന്ധം വമിക്കുന്ന ഒരു ഭക്ഷണമാണ്. കാരണം ഒനിയനും ഗാർലിക്കും നമുക്കറിയാം, ചില സമയം കണ്ടിച്ച് വെച്ചാലോ വയറ്റും ചവച്ചാലോ വയറിന് അതീവമായ ദുർഗന്ധം ഉണ്ടാകുമെന്ന് എല്ലാ മനുഷ്യർക്കും അറിയാം. പക്ഷെ സാധുവന്മാർക്ക് ആ ദുർഗന്ധം വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ അത് അവോയ്ഡ് ചെയ്യാൻ ഞാൻ കൊടുത്ത സാമ്പാറും അവിയലും എല്ലാ കറികളും ഒനിയനും ഗാർലിക്കൊക്കെ അവോയ്ഡ് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാ കറികൾക്കും ഇതൊന്നും ഇല്ലെങ്കിലും ഒരു നല്ല ടേസ്റ്റ് ഉണ്ട്. ആ കറിക്ക് അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ട്. എല്ലാ വെജിറ്റബിൾസിനും അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് അന്നേരമാണ് മനസ്സിലായത്. ഭഗവാന്റെ കൃപയിലും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള കറികൾ ഒനിയൻ ഗാർലിക് ഇല്ലാതെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭഗവാൻ തന്നൊരു കൃപയാണ്. അങ്ങനെ എൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ഭാഷയിൽ തന്നെ എനിക്ക് ഭഗവാനെ അറിയണം, എനിക്ക് ഭാഗവതം അറിയണം, നാരായണീയം അറിയണം എന്നൊരു ആഗ്രഹം തോന്നിയത്. അപ്പോൾ അതിനെന്ത് ചെയ്യും, ഞാൻ ഒരു മാർഗം വേണമല്ലോ വിചാരിച്ചിരിക്കുമ്പോഴാണ് സുസ്മിത ജഗദീശൻ എന്നൊരു ഗുരുനാഥയെ എനിക്ക് ഭഗവാൻ കാണിച്ചു തന്നത്. ആ അമ്മയുടെ ഓരോരോ രചനകൾ അല്ലെങ്കിൽ ഓരോരോ ഇതൊക്കെ ഞാൻ വായിച്ചപ്പോഴും അതൊക്കെ കേട്ടപ്പോഴും എനിക്ക് എന്തില്ലാത്തൊരു സുഹൃതം തോന്നി. കാരണം ഞാൻ എന്താണോ ആഗ്രഹിച്ചിരുന്നത്, ഞാൻ എങ്ങനെ ഭഗവാനെ അറിയണമെന്നാണോ വിചാരിച്ചിരുന്നത്, അതേ ഭഗവാൻ എന്നെ കേൾപ്പിച്ചു തന്നു. ഗുരുനാഥയുടെ കൃതികളിലൂടെ നമുക്ക് ഒരെണ്ണം പറയാൻ പറ്റും. കാരണം ഇത്രയും ലളിതമായ രീതിയിൽ സംസ്കൃതം നമുക്ക് അറിയാം, സാധാരണ മനുഷ്യർക്ക് സംസ്കൃതം മനസ്സിലാകത്തില്ല. അത് കാരണം ഞാൻ ഇന്ത്യയിലിരിക്കുന്ന മിക്ക ഗ്രന്ഥങ്ങളും സംസ്കൃതമില്ലാത്ത അതിൻ്റെ അതായത് നമ്മുടെ കഥാരൂപത്തിലുള്ള പുസ്തകങ്ങളാണ്. അതായത് മഹാഭാരതമായാലും
രാമായണം ആയാലും കഥയാണ് മുഴുവൻ എൻ്റെ ഇരിക്കണം. കാരണം എനിക്ക് കഥ അറിയണം എന്ന് ആഗ്രഹമായിരുന്നു. സംസ്കൃതം എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള പുസ്തകങ്ങളാണ് എൻ്റെ കൂടുതൽ ഇടുന്നത്. പക്ഷേ സംസ്കൃതത്തിലൂടെ അറിയണം ഭഗവാനെ എന്താണ് ഓരോരുത്തരും മഹാഭാരതത്തിലും എന്നൊക്കെ എഴുതി വെച്ചേക്കണം എനിക്ക് അറിയണം എന്ന് ആഗ്രഹം തോന്നിയപ്പോൾ സുസ്മിതാജിയുടെ ഓരോരോ ഇത് ഞാൻ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വളരെയധികം വിവരങ്ങൾ, ജ്ഞാനം ഒക്കെ നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്കറിയാം. കാരണം നമുക്ക് സാധാരണ ഭക്തർക്ക് പല കാര്യങ്ങളും അറിവില്ല. അറിവില്ലായ്മയാണ് മിക്ക ഹിന്ദുക്കളിലെയും കുഴപ്പവും അറിവില്ലായ്മയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും നമ്മൾ പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വേദങ്ങളും ശാസ്ത്രങ്ങളും ഉപനിഷത്തുക്കളെ ഒക്കെ ഒരു ഭഗവാനെ എങ്ങനെയാണ് നമ്മൾ ആത്മചൈതന്യത്തിലൂടെ നമ്മളെ എങ്ങനെയാണ് അടുപ്പിക്കുന്നത് മാത്രമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം അത്രയ്ക്കും അന്തസത്യമാണ് അതിലുള്ളത്. നമ്മൾ സാധാരണക്കാർ അത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ പലവിധ വഴിക്ക് നടന്ന് പല നമ്മുടെ സ്വന്തമായ വേറെ ധർമ്മ പരിവർത്തനമൊക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു നിന്ന് നമ്മളെ കുറ്റം പറയും. ഹിന്ദുക്കള് എന്ത് വിശ്വാസമൊന്നുമില്ല, മറ്റേത് മറിച്ച് എന്നൊക്കെ. പക്ഷെ ഇതൊക്കെ പഠിക്കുമ്പോഴാണ് അറിയുന്നത് നമ്മുടെ ഹിന്ദുമത വിശ്വാസത്തിൽ ആരെയും ഒരിക്കലും മറ്റുള്ള ഇതിനെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അതിൽ പറയുന്നത് ഈശ്വരനെ കുറിച്ച് മാത്രമാണ്. അതിൽ കുറ്റപ്പെടുത്തലുകളൊന്നുമില്ല. അതിൽ ആരെ കുറ്റപ്പെടുത്താനാണ്? എല്ലാം അതിൽ നമ്മുടെ ഹിന്ദുക്കൾക്ക് നമുക്കറിയാം, ഓരോ കണങ്ങളിലും ഭഗവാനെന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ എല്ലാ കണങ്ങളിലും എല്ലാ ചൈതന്യവും ഞാനാണെന്ന് ഭഗവാൻ പറയുമ്പോൾ ഭഗവാൻ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? ഭഗവത് ചൈതന്യം ഓരോരും നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ല. ഒരു സ്നേഹം, നമ്മളിൽ നമ്മളെ തന്നെ കണ്ടെത്തുക, നമ്മളിലുള്ള ഭഗവാനെ തിരിച്ചറിയുക എന്നുള്ള ഒരു തത്വമാണ് ഭഗവാൻ നമ്മുടെ ഓരോന്നും നമുക്ക് ഉപദേശിച്ചു തരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് കൂടുതൽ പഠിക്കാൻ ഈ സുസ്മിതാജിയുടെ ഓരോരോ കവിതകളും കഥകളും എനിക്ക് പ്രചോദനമായി തീർന്നു. ഓരോ കാര്യങ്ങൾ എനിക്ക് ജീവിതത്തിൽ ഭഗവാൻ എനിക്കറിയാം, എനിക്ക് മാത്രമല്ല എന്നെപ്പോലുള്ള ഒത്തിരി ഭക്തരിൽ ഭഗവാൻ ഓരോരോ കൃപ ചൊരിയുന്നുണ്ട്. അവരിലുള്ള സത്വഗുണങ്ങൾ ഭഗവാൻ കാരണമാണ് ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ ഭഗവാന്റെ തന്നെ ഒരു നിശ്ചയമാണ്. കാരണം നമ്മുടെ നാക്കിനെ തന്നെ ആദ്യമേ കൺട്രോൾ ചെയ്താൽ നമ്മുടെ മറ്റുള്ള ഇന്ദ്രിയങ്ങൾ പതുക്കെ നമ്മുടെ പുറകെ പോന്നോളും. അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നമുക്ക് പതുക്കെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോരോ കാര്യങ്ങളിലും ഈശ്വരനെ സങ്കല്പിച്ച് ഈശ്വരൻ അർപ്പണമായി ചെയ്യുക എന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അങ്ങനെ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് നമുക്ക് ഭഗവാൻ തന്നെ ഒരു വഴികാട്ടിയായി ഓരോന്ന് നമുക്ക് കാണിച്ചു തരും. അങ്ങനെ ഭഗവാന്റെ കൈപിടിച്ച് ഭഗവാനെ തന്നെ ലയിക്കാൻ നമുക്ക് ഓരോ ഭക്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും ഹരേ കൃഷ്ണ.